ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 369. ഹേമന്തിൻ്റെ കുറ്റബോധം. നീലിമയുടെ വിഷമം മാറ്റാനായി സിദ്ധാർത്ഥ് ഒരു കാര്യം തീരുമാനിച്ചു. അവളെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ഉടനെ തന്നെ അവളെയും കൂട്ടിയിട്ടൊന്ന് നടക്കാൻ പോയിട്ട് വരാമെന്ന് അവൻ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തു. അതവൻ നീലിമയോട് പറയുകയും ചെയ്തു. അവൾക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം ഒരുപാട് ക്ഷീണിതയായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവൾക്കൊന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു. പക്ഷേയെങ്കിലും സിദ്ധാർത്ഥിനോട് അവൾ അത് പറഞ്ഞില്ല. സിദ്ധാർത്ഥിനിപ്പോൾ നീലിമയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. അതവൾക്കും അറിയാം. അവൻ എപ്പോൾ മുതലാണ് ഇങ്ങനെയായതെന്ന് അവൾക്കറിയില്ല. അവൾക്ക് അവൻ തന്നോട് കാണിക്കുന്ന അമിത സ്നേഹത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിലെ ജോലിയുടെയും മറ്റു കാര്യങ്ങളിലൊക്കെ സിദ്ധാർത്ഥ് അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് അതവൾക്ക് അത്രങ്ങ് ഇഷ്ടമായിരുന്നില്ല. എങ്കിലും അവൾ എപ്പോഴും നല്ലൊരു ഭാര്യയാവാൻ തന്നെ ശ്രമിച്ചു. സിദ്ധാർത്ഥിനൊപ്പം നടക്കുന്നത് അവൾക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈയിടെയായി അവളുടെ മാനസിക നിലയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ സന്തോഷത്തോടെ ചെയ്യാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, പ്രഗ്നൻസിയുടെ മൂഡ് സ്വിങ്സും മറ്റും. അതവൾ മറ്റുള്ളവരോടൊന്നും പറഞ്ഞതുമില്ല. സിദ്ധാർത്ഥിൻ്റെ കൂടെ നടന്ന് അവൾ ഹേമന്തിൻ്റെ പഴയൊരു ക്ലബിലേക്ക് എത്തി. ഹേമന്തിനെ അവസാനം കണ്ടത് കല്യാണത്തിനാണ്. പിന്നീട് അവനെ കണ്ടിട്ടേയില്ല. അവൻ വീട്ടിലേക്ക് ഇപ്പോൾ വരാറില്ല. എങ്കിലും അവൻ സിദ്ധാർത്ഥിനെ എപ്പോഴും ഫോണിൽ വിളിക്കാറുണ്ട്. അത് നീലിമയും ശ്രദ്ധിച്ചിരുന്നു. സിദ്ധാർത്ഥിന് ആകെയുള്ള നല്ല ഫ്രണ്ട് ഹേമന്ത് മാത്രമായിരുന്നു എന്ന് നീലിമയ്ക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഹേമന്തിന് നീലിമയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. നീലിമയെ ക്ലബിൽ കണ്ടപാടെ ഹേമന്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒപ്പം സിദ്ധാർത്ഥിനെയും അവൾ കണ്ടു. അവരെ രണ്ടുപേരെയും അവൻ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്താ നവദമ്പതികൾ ഇങ്ങോട്ടേക്ക് വന്നത്? വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ ഇത്. എന്തായാലും വന്നതല്ലേ, അകത്തേക്ക് വരൂ. നീലിമയേട്ടത്തി ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ഹേമന്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ നീലിമ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് അവൾ പറഞ്ഞു. സാധാരണ സിദ്ധാർത്ഥിനെ ഈ ക്ലബിൽ അവൻ കാണാറുണ്ട്. അങ്ങനെയല്ലാതെ അവൾ ഈ ക്ലബിനകത്തേക്ക് വന്നത് അധികം കണ്ടിട്ടില്ല. സിദ്ധാർത്ഥ് ഇതൊക്കെ വന്നിരിക്കാനുള്ള ക്ലബ്ബും ഇത് തന്നെയാണെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും ക്ലബിൻ്റെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടില്ല. അവൾക്ക് അതിനുള്ള സമയമില്ലായിരുന്നു. ഹേമന്തിൻ്റെ ക്ലബ്ബ് അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ക്ലബ്ബായിരുന്നു അത്. സാധാരണയുള്ളതുപോലെ മോഡേൺ ക്ലബ്ബൊന്നും ആയിരുന്നില്ല. മാത്രമല്ല ക്ലബിൻ്റെ ഒരു കോർണറിൽ റെസ്റ്റോറൻറ്റും മറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി തന്നെ ഒരുക്കി വെച്ച ഒരു ഏരിയ ആയിരുന്നു. അവിടെ എത്തിയപ്പോൾ അത് നീലിമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. മനസ്സിന് വല്ലാത്ത സ്വസ്ഥത തോന്നുന്നത് പോലെ ഉണ്ടായിരുന്നു. അവൻ സിദ്ധാർത്ഥിൻ്റെ കൂടെ അകത്തേക്ക് നടന്നു. അപ്പോൾ അവൾക്ക് താൻ പണ്ട് ഓസ്ട്രേലിയയിൽ വെച്ച് ചെയ്തിരുന്ന ആ ഒരു ക്ലബിനെ കുറിച്ചൊക്കെ ഓർമ്മ വന്നു. അതവളെ ചെറുതായിട്ടൊന്ന് വിഷമിപ്പിച്ചു. കാരണം ആ സമയങ്ങളിൽ പട്ടിണി കിടന്ന് ജോലി ചെയ്തതാണ് അശ്വിനെ അവൾ വളർത്തിയിരുന്നത്. തൻ്റെ കുഞ്ഞും താനൊക്കെ ഒരുപാടധികം പട്ടിണി കിടന്നിട്ടുണ്ട് എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വളരെയധികം സങ്കടം തോന്നി. ഇനി വരാൻ പോകുന്ന കുട്ടി ഒരിക്കലും അത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരരുത് എന്ന് അവൾ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചു. നീലിമ, എന്താ ആലോചിക്കുന്നത്? താൻ ഹാപ്പിയല്ലേ? ഹേമന്ത് ചോദിച്ചു. ഹേമന്ത് അവളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതും പരിഗണിക്കുന്നതും കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ അസൂയ തോന്നി. അവന് ഹേമന്ത് എന്നല്ല, അവളുടെ കാര്യത്തിൽ മറ്റാരും കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് സിദ്ധാർത്ഥിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൻ നീലിമയെ തുറിച്ചു നോക്കി. അവൻ്റെ അസൂയ കണ്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത്. അവൾ ഉടനെ ഹേമന്തിനെ നോക്കി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. അവൾ പറഞ്ഞത് കേട്ട് ഹേമന്ത് ചിരിയോടെ അകത്തേക്ക് ചെന്നു. അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനായി അവൻ പോയിരിക്കുകയാണ്. അവൻ്റെ പെരുമാറ്റം മറ്റും കണ്ടപ്പോൾ വളരെ മാന്യമായ ഒരാളെ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അവന് മുൻപ് പരിചയപ്പെട്ടത് കൊണ്ട് തന്നെ അവൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. എങ്കിലും സിദ്ധാർത്ഥിന് അവൾ അവനെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നാൻ തുടങ്ങി. അവൻ്റെ സ്നേഹം അവനെ ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്തനാക്കാറുണ്ട്. അതേ ഭ്രാന്ത് അവൻ ഇപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു. ഹേമന്ത് അവിടെ നിന്നും പോയപ്പോൾ നീലിമ ഭർത്താവിന് നേരെ നോക്കി. നിങ്ങൾക്കെന്താ അസൂയ തോന്നുന്നുണ്ടോ? മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും ശ്രദ്ധിക്കും. എന്താ നിങ്ങൾക്ക് പറ്റിയത്? അവൾ ചോദിച്ചു. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കി. എനിക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിനക്കെന്താ? അല്ലെങ്കിലും എൻ്റെ കാര്യങ്ങളും എൻ്റെ സ്നേഹമൊന്നും നിനക്ക് ചിലപ്പോൾ മനസ്സിലാവാറില്ലല്ലോ. എനിക്ക് അസൂയുണ്ടെങ്കിൽ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ഈയിടെയായി വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഗർഭിണിയാണെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ തിരിച്ചൊന്നും പറയാത്തത്. അതെപ്പോഴും ഒരു സ്വാതന്ത്ര്യം പോലെ എടുക്കരുത്. അവൻ്റെ ദേഷ്യം കണ്ടപ്പോൾ നീലിമയ്ക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അവൻ്റെ അസൂയയും മറ്റും അവൾക്ക് വളരെ നന്നായിട്ടറിയാം. പക്ഷേയെങ്കിലും അവിടെ അത്രയും ആളുകൾക്ക് മുന്നിൽ വിളിച്ച് അവനോട് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തന്നെ അവൾ കരുതി.
ആരും അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അവർ ഒരുപാട് ആളുകൾക്ക് നടുവിലാണ് ഇരിക്കുന്നത്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഹേമന്ത് കുടിക്കാനുള്ള വെള്ളവുമായി വന്നു. അവൻ നീലിമയുടെ അടുത്തേക്ക് വെള്ളത്തിൻ്റെ ഗ്ലാസ് നീട്ടി. അപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ ഹേമന്ത് തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ് അവൻ്റെ കയ്യിലേക്ക് അങ്ങ് ഏറ്റുവാങ്ങി. അത് കണ്ടപ്പോൾ ഹേമന്തിന് ചിരിയടക്കാൻ സാധിച്ചില്ല. ഹേമന്ത് ചിരിയോടെ നീലിമയെ നോക്കി ചോദിച്ചു, ഇവൻ്റെ ഈ സ്വഭാവമൊക്കെ എങ്ങനെ സഹിക്കുന്നു? സമ്മതിക്കണം കേട്ടോ തന്നെ. ഇവന് ഞങ്ങൾക്ക് തന്നെ സഹിക്കാൻ പറ്റാറില്ല. ഇവന് ഫ്രണ്ട്സും കുറവാണ്, അറിയാലോ. ഏതായാലും നീലിമക്കൊരു അവാർഡ് തരണം ഇവൻ്റെ കൂടെ ജീവിക്കുന്നതിന്. ഇവന് പൊസസീവ്നെസ്സും മറ്റും നല്ലോണമുണ്ട്. ഹേമന്ത് തമാശ രൂപേണ പറഞ്ഞ ആ ഒരു കാര്യം പക്ഷേ സിദ്ധാർത്ഥിന് ഇഷ്ടമായില്ല. അവൻ ഹേമന്തിനെ തുറച്ചു നോക്കി. നീലിമയുടെ മുന്നിൽ വെച്ച് തന്നെ അവൻ അപമാനിച്ചതുപോലെയാണ് അപ്പോൾ സിദ്ധാർത്ഥിന് തോന്നിയത്. പക്ഷേ ഹേമന്ത് സിദ്ധാർത്ഥിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ അവനോട് മോശമായി അവൻ എപ്പോഴും അങ്ങനെ സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവൻ സ്വയം നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഹേമന്ത് അവനെ തന്നെ നോക്കി. ലാവണ്യ താനുമായി പ്രണയത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ രണ്ട് കപ്പിൾസിനെ പോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും മറ്റും കഴിയാമായിരുന്നു എന്നൊക്കെ, ഒന്നിച്ച് യാത്രയൊക്കെ പോകാമായിരുന്നു എന്നൊക്കെ അവനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ലാവണ്യക്ക് ഒരിക്കലും തന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഓർത്തപ്പോൾ അവന് സങ്കടം തോന്നി. ഒരു രാത്രി തൻ്റെ കൂടെ ഉറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവൾ പിന്നീട് തന്നോട് കാര്യമായി പരിഗണനയൊന്നും കാണിച്ചിട്ടില്ല. അവൾ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? അവൾ തൻ്റെ കൂടെ ഒരു രാത്രി ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതും തെളിയിച്ചതുമെല്ലാം തന്നെ കള്ളത്തരമായിരിക്കുമോ എന്ന് പോലും അവൻ ചിന്തിച്ചു നോക്കി. അപ്പോഴെല്ലാം അവന് വല്ലാത്ത സങ്കടം വന്നുകൊണ്ടിരുന്നു. കാരണം അവളെ അവൻ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും അവനോട് ആത്മാർത്ഥത കാണിച്ചിട്ടില്ല. അവൾ എപ്പോഴും സിദ്ധാർത്ഥിനെ തകർക്കാനും മറ്റും തന്നെയാണ് തന്നെ ഉപയോഗിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നതും. ഇതെല്ലാം അറിഞ്ഞിട്ടും ഒരിക്കലും അവന് അവളെ വെറുക്കാൻ സാധിച്ചില്ല. അതെല്ലാം ഓർത്തപ്പോൾ അവന് തന്നോട് വളരെയധികം സഹതാപം തോന്നാൻ തുടങ്ങി. താൻ ഇത്രയധികം പാവമായതുകൊണ്ടാണ് അവൾക്ക് തന്നെ മനഃപൂർവ്വം വഞ്ചിക്കാൻ സാധിച്ചതെന്നും അവൻ ചിന്തിച്ചു. അവളോട് അത്രയും സ്നേഹം ഇപ്പോഴുള്ളതുകൊണ്ട് അവൾക്ക് ഒരുപാട് വെറുക്കാനും അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഇതെല്ലാം ഓർത്തുകൊണ്ട് നീലിമയെ നോക്കി. അവൻ്റെ മനസ്സിലപ്പോൾ ലാവണ്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സിദ്ധാർത്ഥ് അവൻ നീലിമയെ എങ്ങനെ എന്തുകൊണ്ടാണ് നോക്കുന്നത് എന്നായിരുന്നു സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചത്. ലാവണ്യ അവിടെ ഇരിക്കുന്നതായി ഹേമന്തിന് തോന്നി. അവൻ അങ്ങനെ നോക്കുമ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ നോട്ടം ശ്രദ്ധിച്ചത്. അവന് താൻ നീലിമയെ നോക്കിയതിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഹേമന്ത് ഉടനെ വിഷയം മാറ്റാനെന്ന പോലെ പറഞ്ഞു, അതല്ല, അതൊക്കെ പോട്ടെ. നീ കിരണിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനമെടുത്തിരിക്കുന്നത്? അവനെ നീ പൂട്ടിയിട്ടേക്കുവാണെന്ന് കേട്ടല്ലോ. എന്തിനാ അങ്ങനെയെല്ലാം ചെയ്യുന്നത്? അതെല്ലാം വലിയ പ്രശ്നമാവും. അവനെ തുറന്നുവിടാൻ നോക്ക്. നിന്റെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാം അറിഞ്ഞുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഹേമന്ത് ചോദിച്ചു. അന്നേരം മറ്റൊന്നും ഓർക്കാൻ നിൽക്കാതെ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു, അവൻ കൈവച്ചത് എൻ്റെ ഭാര്യയുടെ മേലാണ്. നിനക്കറിയാലോ ഇവൾ എനിക്ക് ആരാണെന്ന്. ഇവളെ തൊട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ? അവനെ ഞാൻ കൊല്ലാത്തത് അവൻ്റെ ഭാഗ്യമായി മാത്രം കരുതിയാൽ മതി. അവൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഏതായാലും എൻ്റെ വീട്ടിലേത് കാരണം എന്ത് പ്രശ്നമുണ്ടായാലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം എൻ്റെ ഭാര്യയെ മോശമായി നോക്കുന്ന ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. കിരണല്ല, അതിനി ആരായാലും. സിദ്ധാർത്ഥിൻ്റെ വാക്ക് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി. അവൾ അപ്പോൾ അവനെ നോക്കി ചോദിച്ചു, എല്ലാ കാലത്തും അയാളെ എങ്ങനെ പൂട്ടിയിട്ടാൻ പറ്റുമോ? നിങ്ങൾ അയാളെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്? അയാളെ വെറുതെ വിട്ടാക്കാനല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ഇത് കാരണം ഒരു പ്രശ്നമുണ്ടാവരുത്. നീലിമ പറഞ്ഞത് കേട്ടിട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി. നീ അങ്ങനെ ഭാരിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരാളെ എനിക്ക് പൂവിട്ട് പൂജിക്കാനൊന്നും കഴിയില്ല. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി നീ. അല്ലാതെ അവൻ എന്ത് ചെയ്യണമെന്നൊന്നും നീ പറയണ്ട. അവനെ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട്. അതിൽ നിന്നും എന്ത് സംഭവിച്ചാലും ഞാൻ അതിൽ നിന്നും പിന്മാറാനും പോകുന്നില്ല. നീ പറഞ്ഞാൽ പോലും, സിദ്ധാർത്ഥ് തീർത്തും പറഞ്ഞു. അവൻ പറയുന്നത് കേട്ടപ്പോൾ ഹേമന്ത് നീലിമയും സിദ്ധാർത്ഥിനെയും നോക്കി. പെട്ടെന്ന് ഹേമന്ത് ചോദിച്ചു, ഇതിനൊക്കെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും നിനക്ക് സംശയമുണ്ടോ? ഹേമന്ത് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു, ഇതിനെന്നാൽ പിന്നിൽ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം എൻ്റെ കയ്യിൽ തെളിവില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. എൻ്റെ ഭാര്യയെ നിരന്തരമായി ഉപദ്രവിക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. മാത്രവുമല്ല, ഒരിക്കലും അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ ഒരാൾ ശ്രമിച്ചിട്ടുണ്ട്. അവളെ നിനക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും നീ എന്നോടൊന്നും തന്നെ തുറന്നു പറഞ്ഞില്ല. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഹേമന്തിൻ്റെ മുഖം ഇളറി. കാരണം അവൻ പറഞ്ഞു വരുന്നത് ലാവണ്യയെക്കുറിച്ചാണെന്ന് അവനും വ്യക്തമായി തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മൗനം പാലിച്ചു. അന്നേരം സിദ്ധാർത്ഥ് തുടർന്നു, നീ അവളെ ഒറ്റുകൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. നീ അവളെ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ? അതിലെനിക്ക് പരിഭവമില്ല. പക്ഷേ ഞാൻ നിന്റെ യഥാർത്ഥ സുഹൃത്താണെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നിനക്കെല്ലാം എന്നോട് തുറന്നു പറയാമായിരുന്നു. എങ്കിലും സാരമില്ല, അവൾക്കെതിരെയുള്ള തെളിവുകൾ ഞാൻ കണ്ടുപിടിക്കും. എന്നാൽ അവൾക്കെതിരെ നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നീ അതെനിക്ക് തരണം.
അവൻ പറഞ്ഞു നിർത്തി. അപ്പോൾ മുതൽ ഹേമന്ത് ആകെ കുഴപ്പത്തിലായി. അവൻ്റെ കയ്യിൽ സത്യത്തിൽ തെളിവുകളുണ്ടായിരുന്നു. എങ്കിലും അത് സിദ്ധാർത്ഥിന് കൊടുക്കാനുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒന്നും പറയാതെ നിന്നു. അപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും പറഞ്ഞു, നീ തെളിവുകളൊന്നും തരില്ല എന്ന് എനിക്കറിയാം. കാരണം നിനക്കെപ്പോഴും എന്നെക്കാളും വലുത് അവൾ തന്നെയാണല്ലോ. അതിലെനിക്ക് നിന്നെ കുറ്റം പറയാനും കഴിയില്ല. മുൻപായിരുന്നുവെങ്കിൽ എനിക്ക് ആ സ്നേഹത്തിൻ്റെ വില മനസ്സിലാവുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാം നന്നായിട്ടറിയാം. ഞാൻ ഒരാളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്നും നിനക്കിപ്പോൾ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, അവൾക്ക് നിന്നോട് യാതൊരു വിധത്തിലുള്ള സ്നേഹവുമില്ല. അവൾ നിന്നെ മുതലെടുക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊന്നും മനസ്സിലാവാതെയാണ് നീ അവളുടെ പിന്നാലെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത്. അതൊന്ന് കുറക്കുന്നത് വളരെ നല്ലതാ. കാരണം നിന്റെ സ്നേഹം അവൾ അർഹിക്കുന്നില്ല എന്ന് നീ മനസ്സിലാക്കണം. ഞാൻ ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് നീ എല്ലാം മനസ്സിലാക്കിക്കോളുമെന്നൊന്നും എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. അവൻ പറഞ്ഞത് കേട്ട് ഹേമന്തിന് വല്ലാത്ത കുറ്റബോധം തോന്നി. സിദ്ധാർത്ഥിനെതിരെ ലാവണ്യ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളൊന്നും താൻ ഒരിക്കലും മറച്ചുവെക്കാൻ പാടില്ലായിരുന്നുവെന്ന് അവൻ ആത്മാർത്ഥമായി തന്നെ അപ്പോൾ ചിന്തിച്ചു. അപ്പോൾ അവൻ്റെ കുറ്റബോധം കൂടിക്കൂടി വന്നു. അവൻ എപ്പോഴും അവളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവനെയും അവൻ്റെ പ്രണയത്തെക്കുറിച്ച് മാത്രം, വേറെ ഒരാളെക്കുറിച്ചും അവൻ ശ്രദ്ധിച്ചിട്ടില്ല. ലാവണ്യ ആകെ മാറിപ്പോയിട്ടുണ്ട്. അത് അവന് നന്നായിട്ടറിയാം. അവൻ ഓരോന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ കുട്ടിക്കാലം തന്നെയായിരുന്നു നല്ലത് എന്നൊക്കെ തോന്നി തുടങ്ങി. കാരണം അന്ന് 3 പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയുള്ള നല്ല പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്കതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ നാളെ ഇതേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.